എന്റെ പേര് താരാശങ്കർ. എന്തോ എന്നെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. താങ്ക് യു. ആട്ടെ, എന്താണാവോ കാര്യം? വിളിപ്പിച്ചത് എന്തിനാണെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയും? ഇന്നലെ ഞങ്ങൾ 25 ലക്ഷം രൂപയുടെ കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചെടുത്തു. റിയലി? അപ്പൊ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കണമല്ലോ. അത് പിടിച്ചെടുത്തത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടിൽ നിന്നാണ്. അയ്യോ, എന്റെ ബോട്ട് എങ്ങനെ അവരുടെ കയ്യിൽ വന്ന് പെട്ടു? മിസ്റ്റർ താരാശങ്കർ, നിങ്ങൾ അതിബുദ്ധിമാനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലായിടത്തും വില പോകുമെന്ന് നിങ്ങൾ കരുതരുത്. നോക്കൂ കുട്ടികളെ, എനിക്ക് ഈ മുനവെച്ചുള്ള സംസാരം അത്ര ഇഷ്ടമല്ല. എന്താണ് നിങ്ങളിപ്പോ പറഞ്ഞു വരുന്നത്? എന്റെ ബോട്ടിൽ നിന്നാണ് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചതെന്ന്. എന്റെ ബോട്ടല്ലേ നിങ്ങൾ പിടിച്ചുള്ളൂ? എന്റെ ശമ്പളം വാങ്ങുന്ന ജോലിക്കാരെ ആരെങ്കിലും നിങ്ങൾ ആ കൂട്ടത്തിൽ പിടിച്ചോ? അവരിൽ ആരെങ്കിലും ഞാനാണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നതെന്ന് വല്ല സ്റ്റേറ്റ്മെന്റും തന്നു? ഇല്ലല്ലോ. പിന്നെങ്ങനെയാ? എനിക്ക് ഈ നാട്ടിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തെളിയിക്കാൻ കഴിയാത്ത ആരോപണങ്ങളുടെ പേരിൽ എന്നെപ്പോലുള്ളവരെ ഈ സ്റ്റേഷനിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് മോശമല്ലേ? എന്നെ അപമാനിക്കാൻ വേണ്ടി നിങ്ങളത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് ആരോപിച്ചാലോ? നിങ്ങൾക്ക് പിന്നെ അതിന്റെ പുറകെ കിടന്ന് അലയാനേ നേരമുണ്ടാവും. അതൊക്കെ ആലോചിക്കണ്ടേ? ഒന്നാമത് ഞാനൊരു പ്രഷർ പേഷ്യന്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോ ദേഷ്യം തോന്നുന്നില്ല. നിങ്ങൾ ചെറുപ്പമാണ്, എന്റെ മക്കളാകാനുള്ള പ്രായമേ ഉള്ളൂ. അതുകൊണ്ട് ഉപദേശിയാണെന്ന് കരുതി. സത്യത്തിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ടായില്ല, തെളിവുകൾ വേണം. തിരിച്ചൊരക്ഷരം അങ്ങോട്ട് പറയാൻ പറ്റാത്ത നിലയിൽ വാ മൂടിക്കെട്ടുന്ന തെളിവുകൾ. അതല്ലാതെ വെറുതെ താരാശങ്കറിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഡു യു ഗെറ്റ് മീ? എനിത്തിങ് മോർ യു വാണ്ട് ടു നോ? ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായി. ഞാൻ പറഞ്ഞില്ലേ പ്രഷറിന് പ്രോബ്ലം ഉണ്ടെന്ന്. സീ യു. ഓക്കെ.